കില്ലർ കില്ലർ ക്യാപ്റ്റൻ മില്ലർ. സൂപ്പർ പടം മീൻസ് ഇൻ ദ സെൻസ് അടിപൊളി പടം. ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ഒരു സിനിമയാക്കുന്ന സമയത്ത് എന്താണോ നമുക്ക് തിയേറ്ററിൽ കിട്ടേണ്ടത് ആ സാധനം തന്നേക്കുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം വേണം ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ട്. പൊളി എന്ന് പറഞ്ഞ പൊപ്പൊളി പടം. ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന്റെ സ്വാഗ് തിയേറ്റർ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്, സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വാഗ്. ഞാൻ ഇതുവരെ കണ്ടേക്കുന്ന ധനുഷിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്വാഗിഷ് ക്യാരക്ടർ ദാറ്റ് ഐ ഹാവ് സീൻ ഫ്രം ധനുഷിന്റെ പല രീതികളുടെ ക്യാരക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ അസുരൻ സിനിമയിലൊക്കെ ആ ഒരു സ്വാഗ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ കണ്ണട വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, വേറെ ലെവൽ പടം, വേറെ ലെവൽ മീൻസ് ആ സീനൊക്കെ നമ്മൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് അത് മനസ്സിലാവും അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്താണെന്നുള്ളത്. ആ ലെവലിൽ സ്ക്രീൻ റൂൾ ചെയ്തൊരു ക്യാരക്ടറായിട്ട് മാറി ധനുഷ് എന്ന് പറയുന്നത്. ശിവണ്ണ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജയിലർ സിനിമയിൽ നമ്മൾ കണ്ടേക്കുന്നതാണ്. ജസ്റ്റ് ഒരു സിഗരറ്റ് വലിച്ച് അദ്ദേഹം വന്നിരിക്കുന്ന സമയത്ത് അവിടെ ഒരു തിയേറ്ററിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഈ സിനിമയിലും ഇങ്ങേരുടെ ഒരു സ്വാഗ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മലയാളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പല സിനിമകളുടെയും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ട് സാധ്യത എനിക്ക് തോന്നുന്ന ഒരു സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. കാരണം 1930s നടന്നേക്കുന്ന ഒരു കഥ അങ്ങനെ തന്നെ എടുത്ത് സ്ക്രീനിലോട്ട് കാണിക്കുന്ന സമയത്ത് നമ്മുടെ കിളി പാർന്ന തരത്തിലാണ് അതിന്റെ പ്രസന്റേഷൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാണ്. ഈ സിനിമയുടെ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ധനുഷല്ല, കന്നഡ സ്റ്റാർ ആയിട്ടുള്ള ശിവണ്ണയോ ശിവരാജ് കുമാറോ ഒന്നുമല്ല. ഇതിനകത്ത് മെയിൻ ഹീറോസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ റൈറ്റേഴ്സ് ആണ്. അരുൺ രാജ കമരാജ്, മദൻ കർക്കി, അരുൺ മതേശ്വരൻ എന്ന് പറയുന്ന 3 പേര് കൂടിയിട്ടാണ് ഈ കഥ എഴുതിയേക്കുന്നത്. ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1930s കാലഘട്ടത്തിൽ പ്രീ വാർ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ അംഗമായിട്ട് മാറിയത്, പിന്നീട് എങ്ങനെയാണ് അയാൾ ഒരു ഡെക്വേറ്റ് ആയിട്ട് മാറിയത്, അതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഐ മീൻ ഒരു കൊള്ളക്കാരായിട്ട് മാറാനായിട്ട് അദ്ദേഹത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് മറ്റേ കാണിക്കുന്ന ഒരു സംഭവമാണ് സിനിമയുടെ ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ആൻഡ് സമ്മറി എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ല, ലൈക്ക് റിവോൾട്ട് ചെയ്യുന്ന, ഇൻഡിപെൻഡൻസിനെ കുറിച്ച് കാണിക്കുന്ന, ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്തേക്കുന്ന ഒരുപാട് സിനിമകൾ സൗത്തിൽ നോർത്തിലായിട്ട് നമ്മൾ ഒരുപാട് കണ്ടേക്കുന്നതാണ്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്ന ഒരു സാധനം, ഒരു കഥ പേപ്പറിൽ എഴുതി വെച്ച് അത് വിഷ്വലി കാണിക്കുന്ന സമയത്ത് അരുൺ മതേശ്വരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് നല്ല പണി അറിയാന്നുള്ളൊരു കാര്യം ഈ സിനിമ കണ്ടേക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ മുമ്പത്തെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇനി എന്തായാലും ഞാൻ കാണും. ആ ലെവലിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു പടം ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എൻറ്റയർലി കഥനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്തുള്ള ചെറിയ ലാഗും മറ്റൊക്കെ എനിക്ക് ആക്ച്വലി ചെറിയ രീതിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് തീപ്പൊരി ആയിട്ടാണ്. ഐ മീൻ ഫൈറ്റ് ഇருக்கு, എല്ലാമേ ഇருக்கு. എല്ലാ തരത്തിലുള്ള ആ കാലത്തുണ്ടായിരുന്ന ഇവരെവിടെ നിന്നാണ് ഈ തരത്തിലുള്ള വെപ്പൺസുകൾ ഇവർ സെറ്റ് ചെയ്തെന്നുള്ളൊരു കാര്യം ഒരു പിടുത്തം കിട്ടില്ല. ആ ലെവലിലുള്ള സാധനങ്ങളാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 മിനിറ്റിന്റെ സീക്വൻസ് ട്രിം ചെയ്ത് കളഞ്ഞെന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഒഫീഷ്യലായിട്ട് കേട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. സെൻസർ ചെയ്യുന്ന സമയത്ത് റേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ സിനിമ കാണുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗേ വരില്ല. അത് അടിപൊളിയായിട്ട് ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സ്ഥാനത്ത് 30 മിനിറ്റ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് ആണ്, തിയേറ്റർ ബ്ലാസ്റ്റ് ലെവൽ സാധനമാണ്. നിങ്ങൾ ട്രെയിലറിൽ കണ്ടേക്കുന്ന ആ സാധനത്തിന്റെ തന്നെ ഒരു വലിയ ക്യാൻവാസ്, അതിന്റെ തന്നെ ഒരു വലിയ ക്യാൻവാസും വലിയ ഡ്യൂറേഷനിൽ ഒരു സാധനം വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും. ആ ട്രെയിലറിന്റെ മിഡിൽ പാർട്ടിനകത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ഒരു രക്ഷയില്ലാത്തുള്ളൊരു ഐറ്റാണെന്നുള്ളൊരു കാര്യം. അത് തന്നെയായിരുന്നു ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. മ്യൂസിക് വിത്ത് ഈ ഒരു ഫൈറ്റ് സീക്വൻസ്, ആ ഒരു ബ്ലെൻഡിങ്, അതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കൊമേഴ്ഷ്യലി വേറെ ലെവലിലോട്ട് എത്തിക്കാനായിട്ട് അത് മാത്രം മതി, ടിക്കറ്റ് എടുത്ത് കാണാനും ഈ ഒരു സീക്വൻസ് മാത്രം മതി എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. അതായിരുന്നു ഈ സിനിമയുടെ ഒരു തിയേറ്ററിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഗംഭീരമാണ് ഫൈറ്റ് സീക്വൻസ്, ഗംഭീരമാണ് സ്റ്റോറി, ഗംഭീരമാണ് നടിപ്പ്, ക്യാരക്ടർ ആർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ അതിനകത്തൊരു വ്യത്യാസം ഇല്ലാത്ത തരത്തിൽ എല്ലാവർക്കും കൃത്യമായുള്ള ഒരു ക്യാരക്ടർ ആർക്ക് കൊടുത്തേക്കുന്ന ഒരു ഗംഭീരമാണ് പെർഫോമൻസ് ഉള്ളൊരു സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്നുള്ളൊരു കാര്യം പറയാനായിട്ട്. കുറച്ചാൾ മുമ്പ് തന്നെ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ഈ സിനിമ 3 പാർട്ടിലായിട്ടാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് പാർട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കി 2 പാർട്ടുകൾ വരുന്നുള്ളൊരു കാര്യമായിരുന്നു ഈ സിനിമയെ കുറിച്ച് വന്നായിരുന്ന ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ട് ഇവർ
എങ്ങനെയാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പോകുന്നത്? കാരണം ഇനിയിപ്പോൾ പറയാണ് സെക്കൻഡ് പാർട്ട് റിലീസിംഗ് ഇല്ല എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിനകത്ത് കൊടുത്തു വെച്ചിരിക്കുന്ന ലീഡ് എന്താണെന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ സിനിമ കാണുന്ന സമയത്ത് റൈറ്റിംഗ് ആണ് ഇതിനകത്ത് ഹീറോ എന്ന് ഞാൻ പറയാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനകത്ത് തന്നെ ഫസ്റ്റ് പാർട്ടിനകത്ത് തന്നെ കഥയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് കൊടുക്കേണ്ട ഒരു സാധനം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സിനിമ സക്സസ് ആവുന്നുള്ളൊരു കാര്യം എനിക്ക് 100% പറയാൻ പറ്റും. കാരണം സിനിമ കണ്ടേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ടോപ്പ് നോച്ച് ആയിരുന്നു ഈ സിനിമ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ഐ മീൻ നല്ല BGM ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ പ്ലസ് ഒരു ലോക്കൽ BGM എന്നുള്ള കാര്യം പറയാൻ പറ്റും. 1930s കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ കൾച്ചറിനും ഒപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു സൈഡ് കാണിക്കാനായിട്ട് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു പേരിന് അനുയോജ്യമായിട്ടുള്ള രീതിക്ക് ഒരു വെസ്റ്റേൺ മിക്സിന്റെ ഒരു ബ്ലെൻഡിങ് കൂടിയിട്ടാണ് ഈ സിനിമയിൽ കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ സിനിമയുടെ BGMത്തിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഗൂസ് ബംപ്സ് കിട്ടുന്ന BGM ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെവി BGM ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു BGM ആണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു സാധനമാണ്. GV പ്രകാശിന്റെയാണ് BGM എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ നല്ലൊരു BGM വരുന്ന സമയത്ത് നല്ലൊരു സ്റ്റോറി, അതും ആക്ട് ചെയ്തേക്കുന്നത് ധനുഷിനെ പോലെ ഒരു ഗംഭീര ആക്ടർ എന്ന് പറയുന്ന സമയത്ത് ആസുരൻ സിനിമയിലൊക്കെ നമ്മൾ ഇയാളുടെ പെർഫോമൻസ് ഉണ്ടാക്കുന്നതാണ്. ഐ മീൻ പല ഏജിൽ ഉള്ള ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉണ്ടാക്കുന്നതാണ്. താടി വെച്ചാൽ അവനൊരു ബീസ്റ്റ്, താടി വെച്ചില്ലെങ്കിൽ അവനൊരു സാധാ മനുഷ്യൻ എന്ന് കാണിക്കുന്ന തരത്തിൽ ഈ സിനിമയിൽ പറയുന്ന പോലെ കില്ലർ ക്യാപ്റ്റൻ മില്ലർ, ഐ ആം ദ ഡെവിൽ എന്ന് പറയുന്ന പോലെ ഇയാളുടെ ഒരു ഡെവിലിഷ് ഭാവവും അതുപോലെ തന്നെ അതാവാനായിട്ട് ഇയാളെ പ്രേരിപ്പിച്ചേക്കുന്ന ഇമോഷണൽ കാരണങ്ങളും എടുത്തു കാണിച്ചിരിക്കുന്ന ഒരു ഗംഭീരமான പടം എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഓവറോൾ മൈ റേറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5-ൽ ഞാൻ 4.5 കൊടുക്കുന്ന ഒരു പടം തന്നെയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. 5-ൽ 5 കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകൾ ഈ സിനിമയിൽ സംഭവിക്കുന്ന പോലെ ചെറിയ ലാഗ് പോലെയുള്ള സംഭവങ്ങൾ, ഇഷ്യൂസുകൾ, കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത് ഒഴികെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ മില്ലർ ഇസ് എ വർത്തി വാച്ച്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ കാണിക്കുന്ന പല സിനിമകളുടെ ഒപ്പം ഈ സിനിമ വരുന്ന സമയത്ത് ഒരു വലിയ സ്റ്റാറിന്റെ സിനിമ ഇപ്പോൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്ക്രീൻ സ്പേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇറങ്ങിയിരിക്കുന്ന ഹോസ്റ്റലറിന്റെ. സോ ഈ സിനിമകളൊക്കെ ഉള്ള സമയത്തായിരിക്കാം മേ ബി സിനിമ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിന് കുറച്ച് സ്ക്രീനുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് തോന്നിയത്. ഒരു ഗംഭീരമാണ് സ്ക്രീൻ സ്പേസ് കിട്ടേണ്ട ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത് ഞാൻ കണ്ടിരിക്കുന്ന തിയേറ്ററിലാണെങ്കിലും കുറച്ച് ഒരു ചെറിയ സ്ക്രീനിലായിരുന്നു കാണാൻ പറ്റിയത്. അപ്പോൾ ഒരു വലിയ സ്ക്രീനാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമാണ് ഒരു ഇമ്പാക്റ്റഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നാണ്. എനിവേസ് തിയേറ്റർ വാച്ചിനുള്ളൊരു സംഭവം ഒരുക്കുക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സംതിങ് വേറെ ലെവൽ. പോയി ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് പോയി കണ്ടോ. നല്ല വലിയ സ്ക്രീൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയി കാണാനായിട്ട് നോക്കുക. പക്ഷേ പല സ്ഥലങ്ങളിൽ വലിയ സ്ക്രീൻ ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഹോസ്റ്റലർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എനിവേസ് ഒരു ഇന്റർനാഷണൽ സ്റ്റഫാണ്, ഒരു ഹോളിവുഡ് സ്റ്റഫിന് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ലെവലിൽ കിടക്കുന്ന ഒരു സാധനമാണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. കാരണം ഒരു ഗിമിക്സ് മറ്റൊന്നും കാണിക്കാത്ത തരത്തിൽ എന്താണോ ഒരു സിനിമയ്ക്ക് വേണ്ടത് ആ തരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഗംഭീരമാണ് ഒരു ആക്ഷൻ പടം, ക്ലാസ് ആൻഡ് മാസ് പടം എന്നുള്ളൊരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ചില ആൾക്കാർക്ക് ഇത് മാസ്സായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഇതിനകത്തൊരു ക്ലാസ് എലമെന്റ് കൂടി കിടക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നടത്താണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് പോയി കാണുമോ? കാരണം ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്രയധികം സിനിമകളുള്ള സമയത്ത് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാമെന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം വേർത്തി ആയിട്ടുള്ളൊരു സിനിമയാണ്, ഒരു ഗംഭീരമാണ്. 130 രൂപയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഗംഭീരമാണ് പടം, സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പടം എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ പോയി കാണുമെന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ അതിന്റെ ഫസ്റ്റ് ലുക്കിന്റെ ഡീകോഡിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിന്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയിരുന്നില്ല. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളെല്ലാം വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൾസോ ബാഷ് സൈനിങ് ഔട്ട്. ബൈ.